എന്ത് പറ്റി? എന്താ ഇങ്ങനെ നോക്കുന്നേ? ശരിക്കും നീ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തനിച്ചായി പോയേനെ. എനിക്ക് മനസ്സിലാവും നിങ്ങൾ സീമി ഒത്തിരി സ്നേഹിച്ചിരുന്നെന്ന്. ഇപ്പൊ ഞാനല്ലേ ഇവിടെ ഉള്ളത്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഞാൻ മാറ്റിത്തരാം. ഐ ലവ് യു സോ മച്ച്. അത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്താലോ? പൃഥ്വി, പൃഥ്വി, അവളുടെ അടുത്തുനിന്ന് മാറി നിൽക്ക്. അവൾ വിഷമുള്ളൊരു നാഗിനിയാണ്. അവൾ ആദ്യം എന്നെ കടിച്ചു, ഇപ്പൊ നിന്നെ കടിക്കാൻ നോക്കുകയാണ്. പൃഥ്വി, നീ എന്റേതാണ്, എന്റേത് മാത്രം. അവളുടെ അടുത്തുനിന്ന് മാറി നിൽക്ക് പൃഥ്വി. എന്റെ ഉള്ളിൽ നിറയെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനിപ്പോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ. പൃഥ്വി, പൃഥ്വി, അവളുടെ അടുത്തുനിന്ന് മാറി നിൽക്ക്. ഇല്ല, ഇത് നടക്കാൻ പാടില്ല. എനിക്കിത് കാണാൻ വയ്യ. എനിക്കിത് ഒട്ടും കാണാൻ വയ്യ. എൻ്റെ ഈ കഥ തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ. പൃഥ്വി ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായിരുന്നു, ഞാൻ അവരുടെ സെക്രട്ടറിയും. ആദ്യത്തെ ദിവസം മുതൽ തന്നെ എനിക്ക് അവനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ പേടിയായിരുന്നു. അതെന്താന്ന് വെച്ചാൽ എങ്ങാനും ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലോ? ആ സമയത്തൊക്കെ എനിക്ക് തോന്നുമായിരുന്നു അവൻ എന്നെക്കാളും വലിയ പൊസിഷനിലായിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കൽ, മേ ഐ കമിൻ സർ? യെസ്, കമിൻ. അത് പിന്നെ സർ, സാറിൻ്റെ സൈൻ ആവശ്യമുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ആണിത്. സാറിനെ ഞാൻ എല്ലാവിടെയും തിരഞ്ഞു, പക്ഷേ സാറിനെ എവിടെയും കണ്ടില്ല. അതാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് സാരമില്ല, ഇത് വെച്ചോ. താങ്ക് യു. സീമ, അത് തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, പറയൂ സാർ. തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. പക്ഷേ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ. നീ സ്മാർട്ടാണ്, ഭംഗിയുണ്ട്, എവിടെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. അതെ, ഇഷ്ടപ്പെടുന്നവർ കുറെ പേരുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം? നമ്മൾക്ക് രസം ഉണ്ടാവുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മളെ തിരിച്ച് ഇഷ്ടപ്പെടുമ്പോഴല്ലേ. നിനക്കാരെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്ക് അവരെ വലിയ ഇഷ്ടമാണ്. പക്ഷേ അവർക്ക് എന്നെ ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല. താനത് അയാളോട് പറഞ്ഞിട്ടില്ലേ? അയ്യോ, ഇല്ല. എനിക്ക് പേടിയാണ്. അവരെങ്ങാനും എന്നെ വേണ്ടാന്ന് പറഞ്ഞാലോ? എനിക്കും ഇങ്ങനെ തന്നെയാ. എനിക്കും ഇത് പറയണോ വേണ്ടോ എന്നുള്ള പേടിയുണ്ട്, അതുകൊണ്ടാ പറയാത്തത്. അതാ, നിങ്ങളോട് ആരാ നോ പറയാൻ പോകുന്നേ? നിങ്ങളോടൊക്കെ നോ പറയുന്ന ഒരു പെൺകുട്ടി മണ്ടിയായിരിക്കും. മറ്റുള്ളവരുടെ കാര്യം വിട്. ഞാനിപ്പോ തന്നോട് പറഞ്ഞാൽ താൻ തന്നെ റിജക്റ്റ് ചെയ്യില്ലേ? കാരണം നീ വേറൊരാളിനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഒരിക്കലെങ്കിലും എന്നോടൊന്ന് പറഞ്ഞു നോക്കൂ. It's okay. I love you, Seema. I love you too. എന്ത്? നീ ഒരാളിനെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട്? ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ആൾ നിങ്ങൾ തന്നെയാണ്. ഇത് പറയാൻ ഇത്രയും നാൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പുറത്തെടുത്തോളൂ.
എത്ര മനോഹരമായ ദിനങ്ങളായിരുന്നു അത്. ഇപ്പോഴും ഞാൻ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഇമോഷണൽ ആവും. അന്നത്തെ ആ സമയത്തൊക്കെ ഞങ്ങൾ ആരും കാണാതെ ഒളിച്ചും പാത്തുമൊക്കെയാ കണ്ടോണ്ടിരുന്നേ. പക്ഷെ എങ്ങനെയാണെങ്കിലും പ്രേമം അങ്ങനെ ഒരിക്കലും ഒളിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾക്കും ഒളിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പ്രേമത്തിന്റെ കഥ എല്ലാവരുടെയും പരന്നു കഴിഞ്ഞിരുന്നു. ഓഫീസിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ടോപ്പിക്കായിരുന്നു. എല്ലാവരും ഞങ്ങളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു സമയമായപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു. മതി ഇങ്ങനെ ഒളിച്ചും പാത്തും കണ്ടത്. അവസാനം അങ്ങനെ ഞങ്ങൾ പോയി കല്യാണം കഴിച്ചു. കല്യാണത്തിന് ശേഷം ഞാൻ ജോലി രാജിവെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ വീടും കുടുംബവും ഭർത്താവിനെ നോക്കിയിരിക്കാമെന്ന് തീരുമാനിച്ചു. ദിവസങ്ങൾ ഇങ്ങനെ പോകുന്തോറും എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൂടിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം വളരെ മനോഹരമായിരുന്നു. ഞങ്ങളുടെ പ്രേമം, ഞങ്ങളുടെ സ്നേഹം ഒരിക്കലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സ്നേഹം, ആ പാഷൻ മുന്നേ ഉണ്ടായിരുന്ന പോലെ തന്നെയായിരുന്നു. അതേ, ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾക്ക് കുട്ടികളുണ്ടായാ അവരാരെ പോലെ ഇരിക്കും കാണാൻ? ആദ്യം തന്നെ കൊച്ചുങ്ങളുടെ പേരൊന്നും പറഞ്ഞു കളയരുത് കേട്ടോ. നമുക്ക് റൊമാൻസ് ചെയ്യണ്ടേ, റൈറ്റ്? ആ ശരി, ഓക്കെ ഓക്കെ. ബൈ ദ വേ, ഇന്ന് റിയയുടെ കോള് വന്നിരുന്നു. അവളും ഇതിനെയാ പറഞ്ഞേ. അവള് കല്യാണം കഴിച്ചു കഴിഞ്ഞാ 3 വർഷം വരെ കുട്ടികളുടെ ഒരു പ്ലാനും ഇല്ലാന്ന്. എന്താന്ന് വെച്ചാ കുട്ടികൾ വന്നു കഴിഞ്ഞാ റൊമാൻസ് അങ്ങ് ഇല്ലാതാവും അല്ലേ? കറക്റ്റ്. റിയ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതെ. ഹാ, കുറെ നാൾ നമ്മുടെ കൂടെ ജോലി ചെയ്തതാണ്. ഇൻഫാക്ട് നിന്റെ ജോലിയിൽ അവളെ വച്ചേക്കുന്നേ. യാ, നല്ലോണം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അറിയില്ല പെട്ടെന്ന് എവിടേക്ക് പോയെന്ന്. ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ കിട്ടത്തില്ലായിരുന്നു. ബൈ ദ വേ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ അത്? നാളെ റിയ വരുന്നുണ്ട്. കുറച്ചു ദിവസത്തേക്ക് അവൾ ഇവിടെ നമ്മളെ കൂടെ നിൽക്കും. അങ്ങനെ ആയിക്കോട്ടെ. എത്ര നാൾ നിൽക്കണോ അവൾക്ക് അത്രയും നാൾ നിന്നോട്ടെ. പക്ഷെ ഞാനിവിടെ നിൽക്കത്തില്ല. നിനക്കറിയോ റിയ, ഞങ്ങൾ ഇന്നലെ സംസാരിക്കായിരുന്നു. എന്താന്ന് വെച്ചാ റിയ ഞങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല, അല്ലേ? ആ, ശരിക്കും. ഇപ്പോഴും പൃഥ്വിക്ക് വിഷമമുണ്ട്. നീ പെട്ടെന്നങ്ങ് ജോലി വിട്ട് എന്തിനാ പോയതെന്ന്. എന്റെ അവസ്ഥ അതുപോലെ. എനിക്ക് പോയേ മതിയാവും. പക്ഷേ പൃഥ്വിയെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. പിന്നെ നിന്നെയും. അതാ, എല്ലാം ഉണ്ട്, പക്ഷെ ഗുലാബ് ജാമുൻ ഇല്ല. ഞാൻ ഗുലാബ് ജാമുൻ എടുക്കാൻ മറന്നു. ഞാൻ എടുത്തിട്ട് വരാവേ. നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ ബർത്ത്ഡേക്ക് ഒരു ഷർട്ട് വാങ്ങി തന്നത്? പക്ഷെ ആ ഷർട്ട് നീ നിന്റെ ഫ്രണ്ടിന് കൊടുത്തു. നിനക്കറിയോ, ഞാനന്ന് ഒത്തിരി കരഞ്ഞു. ഐം സോറി റിയ. അതന്ന് നിനക്ക് ഇത്രയും ഫീൽ ആവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. ശരി, സാരമില്ല. ചില കാര്യങ്ങൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ അത് തനിയെ നടക്കും. എങ്ങനെയാണെന്ന് വെച്ചാ ലവ് ചെയ്യുന്നത് പോലെ. ഇതാ വന്നു ഗുലാബ് ജാമുൻ. പൃഥ്വി, നിനക്ക് ഇനിയും വേണമെങ്കിൽ എടുക്കാൻ മടിക്കണ്ട കേട്ടോ. അയ്യോ, എനിക്ക് വേണ്ട. എനിക്കിതുകൊണ്ട് തന്നെ വയറ് ഫുള്ളായി. എനിക്കറിയാം പൃഥ്വിക്ക് ഗുലാബ് ജാമിനെക്കാട്ടി ഇഷ്ടം രസഗുളയാണെന്ന്. റിയ, നിനക്കെന്നെ പറ്റി കുറെ കാര്യങ്ങൾ അറിയാമല്ലോ. അറിയാന്നേ, പക്ഷെ ഇപ്പോ സീമയ്ക്ക് എല്ലാം അറിയാലോ. അയ്യോ ഇല്ല റിയ, അവന് തന്നെ അവനെന്താ ഇഷ്ടമെന്ന് അറിയില്ല. പിന്നെ എനിക്കെങ്ങനെ അറിയാനാ? എന്താ ഇത്? അപ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു റിയ വന്നത് പൃഥ്വി എന്നിൽ നിന്ന് തട്ടിയെടുക്കാനാണെന്ന്. പിന്നെ പിറ്റേ ദിവസം
പൃഥ്വി ഓഫീസിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ അവന് തീരെ സുഖമുണ്ടായിരുന്നില്ല. അവന് ചുമയായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ പൃഥ്വിയെ ബെഡ്റൂമിൽ കിടത്തി. പിന്നെ ഞാൻ അതിനുശേഷം കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. പതുക്കെ. എന്താ നിനക്ക് പറ്റിയത്? സാരല്ല, നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാം. ആ സമയത്ത് തന്നെ റിയ ബാമെടുത്ത് ഞങ്ങളുടെ റൂമിലേക്ക് പോയി. എന്നിട്ട് അവന്റെ നെറ്റിയിൽ മസാജ് ചെയ്യാൻ തുടങ്ങി. റിയ വിട്ടേക്ക്, സീമ ചെയ്തോളും. സമ്മതിക്കുന്നു, സീമ നിങ്ങളുടെ വൈഫാണ്. പക്ഷെ ഞാൻ സ്ട്രേഞ്ചർ ഒന്നും അല്ലല്ലോ. നിന്നെ ഇങ്ങനെ കാണുമ്പോ സങ്കടമുണ്ട്. എന്താ ഇത്? ഇതൊരു സ്വാമിജി എനിക്ക് തന്നതാ. ഇത് നീ ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കും, ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കും. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. എനിക്ക് വേണ്ടി ഇതിടുന്നേ പ്ലീസ്. ഞാൻ ബാമ്പു ടിപ്പ് കൊടുത്തിട്ടുണ്ട്, എല്ലാം ശരിയാവും, നീ വിഷമിക്കണ്ട. ഇത് കഴിക്കേ, നല്ല ചൂടോടെ തന്നെ കുടിക്കേ. എന്തോന്നാ ഇത്? എനിക്കറിയാം അതിന് കുറച്ച് കയ്പുണ്ടെന്ന്, പക്ഷേ അത് കുടിച്ചേ പറ്റൂ. ഈ താവീസ് നിനക്ക് റിയാണോ തന്നെ? എനക്കറിയത്തില്ല എനിക്കിതിൽ വിശ്വാസമില്ലെന്ന്. അവളുടെ ഒരാഗ്രഹം വിട്ടുകൊടുത്തന്നേ ഉള്ളൂ. സീമ, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്, ഇത് അവൾക്കങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ഓക്കെ. രാവിലെ ആയപ്പോഴേക്കും പൃഥ്വിയുടെ ആരോഗ്യം കുറച്ച് മെച്ചപ്പെട്ടിരുന്നു. എന്നാലും പൃഥ്വി ഓഫീസിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവൻ ഓഫീസിൽ പോയി. ആരോഗ്യം മെച്ചപ്പെട്ടത് ശരി തന്നെ, പക്ഷെ ഇന്ന് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് പോയേ പറ്റൂ. ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്, അത് ചെയ്ത് തീർത്തേ പറ്റൂ. എന്നാ ശരി, പക്ഷെ പ്രോമിസ് ചെയ് വൈകുന്നേരം നേരത്തെ വരുമെന്ന്. സമ്മതിച്ചു, ഞാൻ നേരത്തെ വന്നേക്കാം. യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ. ബൈ. പൃഥ്വി ഓഫീസിൽ പോയതിനു ശേഷം എനിക്ക് ഓർമ്മ വന്നേ റിയയ്ക്ക് അവളുടെ താവീസ് തിരിച്ചു കൊടുക്കണമെന്ന്. അവൾ രാവിലെ മുതൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ ഓർത്തു രാവിലത്തെ ചായ അവൾക്ക് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അവൾക്ക് അവളുടെ താവീസ് തിരിച്ചു കൊടുക്കാമെന്ന്. ചായ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അവളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓം ഹ്രീം ഹ്രീം ചാമുണ്ടായ നമഃ. ഓം ഹ്രീം ഹ്രീം ചാമുണ്ടായ നമഃ. ഞാൻ റിയയുടെ വാതിൽക്കൽ പോയി കുറെ നേരം മുട്ടി വിളിച്ചു. പക്ഷെ അവൾ വാതിൽ തുറന്നില്ല. ആ വാതിലിലെ ലോക്കിന് ചെറിയ കേടുണ്ടായിരുന്നു. കുറച്ചൊന്നും ശ്രമിച്ച് വലിച്ചാ അത് തുറക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ റിയയുടെ റൂമിനകത്ത് കയറിയതും ഞാൻ അവളെ കണ്ട് ഞെട്ടിപ്പോയി. ദുഷ്ടശക്തിയെ, നിന്റെ ശക്തി കാണിക്കേ. ആ തകിടിൽ നിന്റെ ശക്തി കാണിക്കൂ. പൃഥ്വി എനിക്ക് മാത്രം സ്വന്തമാകണം. ഓം സ്വാഹ. അവൾ അവളുടെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അവൾ അവളുടെ ചുറ്റും ചുവപ്പ് നിറത്തിൽ കളം വരച്ചിട്ടുണ്ടായിരുന്നു. ഓം ഹ്രീം ഹ്രീം ചാമുണ്ടായേ നമഃ. പിന്നെ ആ കളത്തിന് മുന്നിൽ പൃഥ്വിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ മുന്നിൽ അവൾ മന്ത്രം ചൊല്ലുകയായിരുന്നു. റിയ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? നീ എൻ്റെ ഒരു നല്ല സുഹൃത്താണെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ നീ വിഷമുള്ളൊരു നാഗിനിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. നീ എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനാണോ നോക്കുന്നത്? ഞാനല്ല, നീ ആ പൃഥ്വി എന്റെ അടുത്തുനിന്ന് അകറ്റിയത്. ഞാൻ എത്ര നാളായി അവനെ ലവ് ചെയ്യുന്നുണ്ടെന്നറിയോ? പക്ഷെ എനിക്ക് എങ്ങനെ അറിയാനാ? എന്റെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ ഹയർ ചെയ്ത എന്റെ ഫ്രണ്ട് എന്റെ സ്നേഹത്തിൽ വിള്ളൽ വീഴ്ത്തുവെന്ന്. നീ വന്നതിന് ശേഷമാ അവന് നിന്നോട് ഇത്രയ്ക്ക് വലിയ ഭ്രാന്ത്. അതിന് നീ എന്ത് കൂടോത്ര ചെയ്തെന്നറിയില്ല. അതിനുശേഷം അവൻ നിനക്ക് സ്വന്തമായത്. ഇല്ല റിയ, ഞാൻ ഒരു മാജിക്കും ചെയ്തിട്ടില്ല. ഞാൻ അവനെ സ്നേഹിക്കുക ചെയ്തേ.
സ്നേഹത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. ഇതാ പിടിക്ക് നിന്റെ താവീസ്. എന്നിട്ട് ഇറങ്ങിപ്പോ ഇവിടുന്ന്. നോക്കണ്ട, ഇപ്പൊ തന്നെ. ശരി, ഞാൻ ഇവിടുന്ന് പോകാം. ഇപ്പൊ നീ ഇവിടുന്ന് പോ. എന്നെ കൊന്നതിന് ശേഷം റിയ കുറേയേറെ കള്ളക്കണ്ണീരൊഴുക്കി ആർത്ത് വിളിച്ചു കരഞ്ഞു. പിന്നെ പതുക്കെ പതുക്കെ എന്റെ പൃഥ്വിയെ അവൾ പറഞ്ഞു പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഞാൻ മരിച്ചു മണ്ണടിഞ്ഞതിന് ശേഷവും അവനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവനെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവൾ മാത്രമാണെന്ന്. റിയ പൃഥ്വിയെ എങ്ങും വിടാതെ പിടിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴും എല്ലായ്പ്പോഴും അവന്റെ കൂടെ തന്നെയായിരുന്നു അവൾ. പൃഥ്വിക്കും അവന്റെ ജീവിതം ജീവിക്കണ്ടേ, എത്രയെന്ന് വിചാരിച്ച ഇങ്ങനെ ഓടുന്ന. ഇഷ്ടമില്ലാഞ്ഞിട്ടും കൂടെ അവൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അവസാനം അവൻ റിയയെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് രണ്ടുപേരും വിവാഹം കഴിച്ചു. പക്ഷെ ഞാൻ എന്റെ മരണത്തിന്റെ പക തീർച്ചയായും വീട്ടിയിരിക്കും. ഞാൻ ആ റിയയെ വെറുതെ വിടില്ല. പൃഥ്വിയെ ഞാൻ ഉറപ്പായും ഇതറിയിക്കും. റിയ അവന്റെ സ്നേഹനിധിയായ ഒരു ഭാര്യയല്ല, പകരം കൊടും വിഷമുള്ളൊരു നാഗിനിയാണെന്ന്. പക്ഷെ എങ്ങനെ ഞാൻ പൃഥ്വിയോട് ഈ കാര്യങ്ങളൊക്കെ പറയും? എനിക്ക് എന്റെ ആ പവർ തിരിച്ചെടുത്തേ മതിയാവൂ. എന്ത് തന്നെ വന്നാലും എനിക്ക് പഴയതുപോലെ തൊടാനും അനുഭവിക്കാനും കഴിയണം. യെസ്, ഫൈനലി എനിക്ക് എല്ലാം തന്നെ തൊടാനും കഴിയും, എല്ലാം അനുഭവിക്കാനും കഴിയും. എന്തുപറ്റിയെന്ന്? എന്തിനാ ഇപ്പൊ എന്നെ തള്ളിവിട്ടേ? ഞാൻ നിന്നെ എവിടെ തള്ളിവിട്ട്? സീമ, നിങ്ങൾ ഇപ്പോഴും ആ സീമയോർത്ത് ജീവിക്കുകയാണോ? പിന്നെ നിന്നെ ഇഷ്ടപ്പെടാനോ? നിന്നെ പോലത്തെ ഒരു നാഗിനിയെ ഇഷ്ടപ്പെടാനോ? സീമ, എനിക്ക് നിന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിന്നെ എനിക്ക് തൊടാൻ പറ്റുന്നുണ്ട്. എന്ത് ഫീൽ ചെയ്യുന്നുണ്ടെന്നോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ്, ഞാൻ ഇവിടുന്ന് പോവാം. സീമ, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. സീമ, എനിക്ക് നിന്നെ കാണണം. സീമ, അവക്കുള്ള ശിക്ഷ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കെല്ലാം മനസ്സിലായി. നീ എന്തിനാ സീമയെ കൊന്നത്?
കാരണം ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിച്ചു. എന്ത്? ഇതിന്റെ പേര് സ്നേഹമെന്നാണോ? സ്നേഹിക്കുന്നവര് ജീവൻ കൊടുക്കും, ജീവൻ എടുക്കില്ല. എന്റെ ലവ് ശരിക്കും ഡിഫറെന്റ് ആണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ഇപ്പോഴും ആ സീമയാ സ്നേഹിക്കുന്നതെന്ന്. ഇതിനു മുമ്പ് ഞാൻ ആ സീമ എങ്ങനെയാണ് കൊന്നത്, അതേപോലെ ഇപ്പൊ നിന്നെയും കൊല്ലാൻ പോവാ. നിനക്കെന്താ പ്രാന്താണോ? തോക്ക് മാറ്റ്. നീ തോക്ക് മാറ്റാനാ പറഞ്ഞേ. എന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാൻ പാടില്ല. പ്രാന്താണോ നിനക്ക്? താഴെ ഇറക്ക്. മേഡം, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഇവരെ പിടിക്ക്, കൊണ്ടുപോ. നിന്നെ എനിക്ക് തൊടാൻ പറ്റുന്നുണ്ട് സീമ. ഞാൻ നിന്റെ മാത്രമാണ്. ഐ ലവ് യു.